നന്മ 24ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാർട്ടൂണിസ്റ്റ് യേശുദാസൻ അനുസ്മരണ ചിത്രരചനാ മത്സരം എറണാകുളത്ത് നടന്നു. ACT കേരളയാണ് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. ഇതിൻ്റെ ഉദ്ഘാടനം വേൾഡ് റെക്കോർഡ് ഹോൾഡറായ ദാവൻചി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള മീഡിയം നമ്മുടെ ഈ ലോകത്തുണ്ട്. അതിൽ കൂടുതലും നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടതെന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടാവണം. ഞാൻ ഈ പറയുന്നതൊക്കെ ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ് ഞാൻ തള്ളി മറിക്കല്ല. അത് ഞാൻ കാണാത്ത അല്ലെങ്കിൽ എൻ്റെ പോലുള്ള കലാകാരന്മാർ കാണാത്ത പല ആശയങ്ങളും പുതിയ നാമ്പുകളൊക്കെ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളിൽ ഉണ്ടാവും. അത് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. ഒരു പേപ്പറിലേക്ക് ഒരു ലോകത്തെ തന്നെ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള വിശാലമായ ആ ആശയങ്ങളെ ഒരു കൊച്ചു ക്യാൻവാസിലേക്ക് പകർത്തി കണ്ടപ്പോൾ അവരിലുള്ള കഴിവുകൾ എത്രമാത്രം വലുതാണെന്നും അവർ ഈ പ്രകൃതിയെയും ലോകത്തെയും മനുഷ്യനെയുമൊക്കെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നും ആ ഒരു A4 സൈസ് പേപ്പറിൻ്റെ ഒരു വ്യാപ്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു കാര്യമായി കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മക്കളെല്ലാം നാളെയുടെ വാഗ്ദാനങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പൊ ലിയോനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ചിത്രകാരൻ ഇറ്റലിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ഒരു കേരളത്തിന്റെ ഒരു കോണിൽ കിടക്കുന്ന ആളുകൾ അവരെ കുറിച്ച് അറിയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്കുകളുടെ മഹത്വം കൊണ്ടും അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ കൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് അവരെ മനസ്സിലാക്കാനും അറിയാനൊക്കെ സാധിക്കുന്നത്. അപ്പൊ അതുപോലെ കഴിവുകളുള്ള ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ള കാലഘട്ടമാണ്, ഇന്റർനെറ്റ് ഉള്ള കാലഘട്ടമാണ്. ലോകം മുഴുവൻ ഇന്ന് നമ്മൾ ചെയ്താൽ മറ്റുള്ള രാജ്യങ്ങളിലും അറിയുന്നൊരു കാലഘട്ടമാണ്. ആ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. നമ്മൾ വേണ്ടത്ര പ്രോത്സാഹനം കൊടുത്താൽ മാത്രമാണ് അത് നമുക്ക് സാധിച്ചിരിക്കുക. ഓരോ കുട്ടികൾക്കും അവരുടേതായ ഒരു കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. ഏതെങ്കിലും മാർഗത്തിലൂടെ എത്ര കാലം ഈ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിനാണ് പ്രാധാന്യം. നാട്ടിൽ നടക്കുന്ന ഒരു വിഷയങ്ങളെ നമുക്ക് നമ്മുടെ രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയണം. അത് ഓരോ കലാകാരനും വളർന്നു വരുന്ന ഓരോ കുട്ടികൾക്കും അവരുടെ രീതിയിൽ ഒരു നല്ല വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയണം. കേരള ഇന്ന് ഇവിടെ വർണ്ണക്കൂട്ട് ചിത്രരചനാ മത്സരം നടത്തി വരികയാണ്. തീർച്ചയായിട്ടും ഏറെ സന്തോഷമുണ്ട്. കാരണം ഇത് മൂന്നാമത്തെ യേശുദാസൻ അനുസ്മരണ ചിത്രരചനാ മത്സരം വർണ്ണക്കൂട്ട് ഇവിടെ നടന്നു വരികയാണ്. ഇത് മൂന്നാമത് മത്സരമാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കുട്ടികളാണ് രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നത്. ിരുന്ന വിഷയം 2024 2024 ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ തന്നെ അവിസ്മരണീയമായിട്ടുള്ള പല മുഹൂർത്തങ്ങളും ഉണ്ടായി. കുട്ടികൾക്ക് അവരുടെ ഭാവനയിൽ നിന്ന് അവരുടെ ഭാവനയ്ക്ക് ചിറക് വിടർത്തക്ക വിധത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ പറ്റും. പലരും നമ്മളിപ്പോൾ ഇരു സൈഡിലും നോക്കുമ്പോഴത്തേക്ക് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവരുടെ ആ ഭാവനകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ പേര് വിനിത
സുരേഷ് എന്നാണ്. ഞാൻ കാക്കനാട് സ്വദേശിയാണ്. പിന്നെ നമ്മുടെ ഇന്ന് നടത്തിയ ചിത്രരചനാ മത്സരം അതിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഒരു 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളും പങ്കെടുത്തിട്ടുണ്ട്. വളരെ വളരെ രസകരമായിട്ടുള്ള ചിത്രങ്ങളാണ് കുട്ടികൾ അതിൽ വരച്ചിട്ടുള്ളത്. അതിൽ തന്നെ അവരുടെ മനസ്സിലുള്ള നമ്മളൊരു സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് അവരുടെ മനസ്സിന് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ആ കലയാണ് ആ ഒരു പേപ്പറിൽ അവരത് രൂപീകരിച്ചിട്ടുള്ളത്. എല്ലാ മേഖലയിലുള്ള ചിത്രരചന മാത്രമല്ല കായിക രംഗങ്ങളിലും സാഹിത്യത്തിലും നിരവധി രംഗങ്ങളിലുമുള്ള എല്ലാ കലാകാരന്മാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ മാറ്റി നിർത്തപ്പെട്ട കലാകാരന്മാരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കലാകാരന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് അവസരങ്ങൾ ഒരുക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ആക്ട് കേരള ലക്ഷ്യം വയ്ക്കുന്നത്. ഇത്രയധികം കുട്ടികളെ ഇവിടെ ഇങ്ങനെ ഈ നമ്മളുടെ കാർട്ടൂണിസ്റ്റ് യേശുദാസൻ അനുസ്മരണ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. അതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. വളരെ നല്ല കുട്ടികളുമൊക്കെ വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ഇത് സ്വീകരിച്ചിട്ടുള്ളത്. കുട്ടികളുടെ പേരൻസിനാണെങ്കിലും അപ്പുറത്ത് നമ്മളുടെ ഓഡിറ്റോറിയത്തിൽ നല്ല രീതിയിൽ എൻ്റർടൈനിങ് പ്രോഗ്രാംസും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ UP സെഷൻ്റെ കുട്ടികളാണ്. അവർക്ക് 12 മണി വരെയാണ് മത്സരം അവസാനിക്കുക. അവരും നമ്മളുടെ ഇപ്പോൾ ബാക്കി LPയുടെയും KGയുടെയും ഒപ്പം തന്നെ ഇപ്പോൾ ഹോൾ വിട്ട് പുറത്തിറങ്ങും. വളരെ നല്ലൊരു അനുഭവമാണ് കുട്ടികൾ പലരും പങ്കുവച്ചത്. ഈ കുട്ടികളുടെ പ്രതിഭകളും അവരുടെ സന്തോഷവും പങ്കാളിത്തവുമൊക്കെ കാണുമ്പോൾ ഏറെ സന്തോഷം തരികയാണ്. കാരണം എന്തിനേയും വിഭാഗീയമായി കാണുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിനെല്ലാം ചേർത്ത് നിർത്താൻ കഴിയുന്നത് കലയ്ക്കും സാഹിത്യത്തിനും സംഗീതത്തിനും ചിത്രരചനകൾക്കുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെല്ലാം ഈ ചിത്രരചനയിൽ താല്പര്യം കാണിച്ച് കടന്നു വരുന്നത് നാളെയിലേക്കുള്ള വലിയ പ്രതീക്ഷ നമുക്ക് നൽകുന്നതാണ്. വാസ്തവത്തിൽ ആക്ട് കേരളയിലുള്ള ആ ഒരു സമീപനം ആൾക്കാരിൽ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മളെ ഓരോ പ്രോഗ്രാമും ഓരോ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. എല്ലാം ഒരു മാതൃകയായിട്ടാണ് പോകുന്നത്. മറ്റുള്ള സംഘടനയിൽ നിന്ന് വിഭിന്നമായിട്ട് പറയാനുള്ളത്, എവിടെ കലാകാരന്മാർ ഉണ്ടോ അവരെയെല്ലാം ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവന്ന് ജനസമൂഹത്തിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളാണ് ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. അവരെ എല്ലാ മേഖലയിലുള്ള കലാരംഗം ചിത്രരചന മാത്രമല്ല സംഗീതം അതോടൊപ്പം തന്നെ സാഹിത്യം ഇങ്ങനെയുള്ള എല്ലാ രംഗങ്ങളിലും അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നമ്മുടെ അനിവാര്യതയാണ്. ആക്ട് കേരള എന്ന ഈ ഒരു സംഘടനയിൽ ഒരുപാട് കലാകാരന്മാർ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പം ഞാനും ഒരു കലാകാരിയാണ് എന്ന നിലയ്ക്ക് തന്നെ പറയുകയാണെങ്കിൽ ഇതിൽ വന്നതിന് ശേഷം ഒരുപാട് ഗുണങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളായിട്ട് നമുക്ക് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി നമുക്ക് ഒരുപാട് നമ്മുടെ സംശയങ്ങൾ നമുക്ക് തീർക്കാനും നമ്മൾ ഏത് ഫീൽഡിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങനൊരു സംഘടന ഇനിയും ഇതിൽ ചേരാത്തവരുണ്ടെങ്കിൽ അതിൽ ആ സംഘടന ഒരു ഗ്രൂപ്പിലേക്ക് കലാകാരന്മാർ ജോയിൻ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ വന്നതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങളാണ് എല്ലാ അംഗങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത്.